ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഒരുപക്ഷെ അച്ഛൻ വീട്ടിൽ കാണും. ഇല്ലെങ്കിൽ അമ്മയെ കൊണ്ട് വിളിപ്പിക്കാം. മൂക്കിന്റെ പാലം തല്ലി കൊടുത്തിട്ട് കമോൺ. എന്താടാ എല്ലാം അപ്പൊ തൊലയും. ജാനകി ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിര കളിക്കാ? നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടന്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? പിങ്കും ഗ്രീൻ. അതെ അതെ, ഇതും കൊള്ളാം. കൊള്ളാം. എന്താടാ നിക്കുന്നേ? ഇത്ര നേരം ഇരിക്കുവായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. ടോയ്ലറ്റ്. അപ്പൊ ഇതിനാണ് സാറ് തിരക്കി വന്നത്. എന്നാ പിന്നെ പോയിട്ട് വാ. ഇതൊന്നും ആരോടും പറയല്ലേ. ജോസഫേ, ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു കോപ്പനും കാണില്ല എന്നല്ലേ? അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. താനപ്പന്റെ മനസ്സ് വായിച്ച് കുറെ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താനിഞ്ഞൊരു 100 ജന്മം കൂടെ പോലീസായിട്ട് ജനിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. കുറ്റിയിട്ടിരിക്കുകയാണല്ലേ? ചവിട്ടി പൊളിക്ക് സാർ. നില വിളിക്കരുത്. തെറ്റിദ്ധരിക്കരുത്. ജോസഫേ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ? പോയി പിടി. ഞാൻ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് ചെല്ലണം. അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം. ഈ SI ഭവന സ്ത്രീപീഡനത്തിന് അകത്താവണം. എന്റെ ജീവിതം കുത്തുപാള എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നേ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചാലോ? ഇവിടെ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നും അല്ലല്ലോ ഈ പോകുന്നത്, പിന്നെ എവിടെ ഒഴിച്ചാലും. അതാണ്. വാ, ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എന്നാ ബലമാ ജാനകി. എന്റെ തലമണ്ട പൊട്ടി. ബ്ലഡ് വന്നോ? നീ ഇങ്ങനെ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇതൊക്കെ അവളുടെ ഇഷ്ടം കൂടി നോക്കിട്ട് വേണമായിരുന്നു. അതെന്തോന്നു? ഇതിപ്പോ ജാനകി പാത്രം കഴുകാൻ കയറിയോണ്ട് രക്ഷപ്പെട്ടടി. വേറെ വല്ലവനോ ആയിരുന്നെങ്കിലോ കഥ മാറിയില്ലേ? ഗൗളി, നീ ഇത്ര തറയണോ? ഒരു സ്ഥാപനത്തിന് MD തന്നെ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്ന സ്ഥിതിക്ക് ലേഡീസിനും ജെന്റ്സിനും വേറെ വേറെ ബാത്റൂം ആക്കണം. ഒരു അബദ്ധം പറ്റി ചാടി കയറി എന്നും കരുതി നീ വല്ലാതങ്ങ്. നീ അയാളെ കണ്ട് ഓടി ബാത്റൂമിൽ കയറുന്ന ഞാൻ ഊഹിച്ചതാ. പിന്നെ ജാനു പതിവായി ഊണ് കഴിഞ്ഞ് പാത്രം കഴുകുന്ന അതേ സ്ഥലത്താണ്. നിന്നെ ഒന്ന് വട്ടാക്കിയതല്ലേ? അല്ലെങ്കിൽ ഇവനൊരു ഹരിചന്ദ്രൻ ചവലുണ്ട്. എടാ, അതിന് റിച്ച് ഫാമിലിയിൽ ജനിക്കണം. ഇതേ 916 വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവൻ. ആ സ്വർണം തേനിൽ ഉരച്ച് അത് മുഖത്ത് വാരി തേച്ചോണ്ടാ ഞങ്ങൾ കൊച്ചിലെ സ്കൂളിൽ പോയിരുന്നത്. എന്നാലും ചില സത്യങ്ങൾ പറയണല്ലോ. അടുക്കളയിൽ മണ്ണെണ്ണല്ലെന്നും പറഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോ അന്തസ്സും അഭിമാനമുള്ള എന്റെ അച്ഛൻ എന്താ പറയാറുള്ളതെന്ന് അറിയോ? മക്കളെ, ഏറ്റവും നല്ല പൊതി കൊണ്ടുവരുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കഴിക്കണമെന്ന്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന തടിയാ, അറിയോ? അല്ലാതെ നിന്നെ പോലെ ലോ ക്ലാസ് അല്ല. ലോ ക്ലാസ് നിന്നെ അവന്റെ ഒരു സ്വർണ്ണക്കരണ്ടി പഴയത് മൊത്തം ഞാൻ വിളിച്ചു പറയേ. വെറുതെ വിടടാ അവനെ. അടങ്ങി കിടക്കണം.
നീ ചെന്ന് അവളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ബാത്റൂമിലെ പ്രതികരണം വളരെ മോശമായിരുന്നു. അവളൊരു പൈങ്കിളിയാ, എന്നെ നാറ്റിക്കും. ഓ, ഇങ്ങനെ നിന്ന് കരഞ്ഞ് കണ്ണുനീര് മുഴുവൻ കളയാതെ നടന്ന കാര്യം അങ്ങ് പറ. കരയാനാണെങ്കിൽ പറഞ്ഞിട്ടും കരയാലോ. അത് പിന്നെ ഞാനൊരു പാവമാണല്ലോ. പാവം എന്ന് പറഞ്ഞ സ്വഭാവത്തിന്റെ കാര്യമല്ല, പണക്കാരിയൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ നേരെ ആയിരിക്കുമല്ലോ ആക്രമണം മുഴുവൻ. നീ ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നമുക്ക് വന്നിട്ട് കഥ പറയാം. അത് പിന്നെ ഇവരൊക്കെ ആകാംക്ഷയോടെ നിൽക്കുമ്പോ സാരില്ലടാ, നീ വാ, ഒരു കാര്യം പറയാനുണ്ട്. നീ മനസ്സിലാക്കിയത് പലതും തെറ്റാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നതായിരുന്നു, കൊണ്ട് കളഞ്ഞ്. പാത്രം ഞെണുങ്ങിയെങ്കിൽ പുതിയതൊരെണ്ണം വാങ്ങിത്തരാം. സോറി സർ, പെട്ടെന്ന് എന്നെ സാമ്പത്തികമായി സഹായിച്ചപ്പോ ആരെങ്കിലുമൊക്കെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു തോന്നിയിരുന്നു. അത് MD തന്നെ ആയിരിക്കുമെന്ന് തീരെ പ്രതീക്ഷയില്ല. പിന്നെ അവരൊക്കെ പറഞ്ഞപ്പോഴാണ് സാറ് ഡീസൻ്റാന്ന് മനസ്സിലായത്. സോറി സർ, MDയെ തല്ലിയതിൻ്റെ പേരിൽ എന്നെ പറഞ്ഞയക്കുകയാണെങ്കിലും പറഞ്ഞയക്കില്ലല്ലോ. പറഞ്ഞയക്കാൻ പോവാ ഇവിടുന്ന് നിന്റെ സീറ്റിലേക്ക്. പോയിക്കോ. ഒരു 5 മിനിറ്റ് കൂടി വാപത്തി പിടിച്ചിരുന്നെങ്കിൽ എന്റെ കാറ്റ് പോയേനെ, MD അകത്തു ആയേനെ. ഇത്രയും ചേരാതെ അല്പം ദൂരെ നിന്നാലും ആരെങ്കിലും കാണാലോ. ഒന്ന് മുട്ടി നിന്നതാ, എന്നാലേ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് പിടികിട്ടു. എന്നിട്ടെന്താ കിട്ടിയത്? ഭാഗികമായ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴേ തടി മാറ്റിയാണ്. ചിരിച്ചപ്പോൾ ആത്മവിശ്വാസം കൂടി. അവർ രണ്ടുപേരും ലൈനായെന്നാ തോന്നുന്നത്. നമുക്കും കൂടെ അങ്ങ് ആയാലോ? നിനക്ക് എന്നെ അതിന് സഹിക്കാൻ പറ്റുമോ? അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. നോക്കാം, ഇപ്പൊ ഇവിടെ സഹിക്കുന്നില്ലേ? കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ, കഥയറിയാതെ നിന്നോ, കനവിലൊരാളു വന്നു. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ, കഥയറിയാതെ നിന്നോ, കനവിലൊരാളു വന്നു. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ, കഥയറിയാതെ നിന്നോ, കനവിലൊരാളു വന്നു. കുയിലിന്റെ പാട്ട് കേട്ടോ, കുറുമൊഴി മുല്ലപ്പൂത്തോ.
പാട്ട് കേട്ടോ കുറുമൊഴി മുല്ലപ്പൂത്തോ കഥയറിയാതെ നിന്നു കനവിലൊരാളു വന്നു കുയിലിന്റെ പാട്ട് കേട്ടോ കുറുമൊഴി മുല്ലപ്പൂത്തോ കഥയറിയാതെ നിന്നു കനവിലൊരാളു വന്നു കുയിലിന്റെ പാട്ട് കേട്ടോ കുറുമൊഴി മുല്ലപ്പൂത്തോ എന്താ നീ ഓർത്തോർത്ത് ചിരിക്കുന്നത്? അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ട് ചിരിച്ചു പോയതാ. നിങ്ങളുടെ ആരാ ചത്തത്? ഡി പാറു, നമ്മൾ 4 പേര് ഇഷ്ടത്തിലായതേ ഇപ്പൊ ഓഫീസിൽ ആരും അറിയണ്ട. അറിഞ്ഞാ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലൈൻ വലിക്കും. ആ സെക്യൂരിറ്റി ചേട്ടൻ വരെ ചായ ഉണ്ടാക്കുന്ന പൊന്നമ്മ ചേച്ചിയെ പ്രേമിക്കും. ആരെ വേണമെങ്കിലും പ്രണയിച്ചോട്ടെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ പിണങ്ങരുത് ഒരിക്കലും. എനിക്കൊരു ജീവിതം കിട്ടിയത് ഇപ്പോഴാ. ഇനി എൻ്റെ കാര്യങ്ങൾ ഇവള് കൂടി അറിയട്ടെ, അല്ലടാ? പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു അമ്മാവൻ്റെ കൂടെ താമസം. അച്ഛനും അമ്മയും മരിച്ചെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആകെ കൂടിയുള്ള വരുമാനം എന്ന് പറയുന്നത് ആ നാടാക്കളിൽ നിന്ന് കിട്ടുന്നതാണ്. അതിപ്പം നോക്കി നടത്തുന്നത് എൻ്റെ കൂടെയുള്ള ചന്തുവാ. ഇനി എൻ്റെ ആകെയുള്ള പ്രതീക്ഷ ത്രിമൂർത്തി അസോസിയേറ്റ്സും നിങ്ങളും ഒക്കെയാ. ഹേ, നിനക്കിത് എന്തു പറ്റിയടാ? നിന്റെ അവസ്ഥ പോലെ തന്നെയല്ലേ എൻ്റെതും. അല്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. നിനക്ക് വണ്ടിയുടെ CC അടയ്ക്കാനൊന്നുമില്ലല്ലോ. ജാനകി ആണെങ്കിലും പ്രശ്നത്തിലാ. കൂട്ടത്തിൽ ഇവള് മാത്രമേ ഉള്ളൂ സേഫ്. അങ്ങനെ കരുതണ്ട. നമ്മൾ 4 പേരിൽ ആർക്ക് പ്രശ്നം വന്നാലും എന്റെ ഷെയർ വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ ആ പ്രശ്നം പരിഹരിക്കും. നമ്മൾ ഇനി ഒരുമിച്ച. മറ്റാരുടെയോ പണം വെച്ചിട്ടാ നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. പക്ഷെ ഭാഗ്യം മൊത്തം നമ്മുടെ പക്ഷത്താ. ഒരു ഇടിവെട്ട് ഡീല് വന്നിട്ടുണ്ട്. ഇന്നലെ വരെയും പറയാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇപ്പം പറയാം, 1 കോടി രൂപ ഉടൻ വേണം. 1.5 മാസത്തിനുള്ളിൽ 2 കോടിയായി തിരികെ വരും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സീലാ. നിനക്ക് കിട്ടിയ കാശിൽ ബാക്കി 1 കോടിയുണ്ട്. ഇത്രയും വലിയ ഡീലിന് വേണ്ടി അതൊന്നും എടുത്തൂടെ? അതാദ്യമേ സാജൻ പറഞ്ഞല്ലേ മുഴുവൻ കാശ് കൊടുക്കില്ലാന്ന്. നീ ഇടപെടണ്ട, അവൻ പറയട്ടെ. എടാ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ഡീലാ അത്. ഇനി ആ 1.5 കോടിയുടെ അവകാശം വന്നാലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് വേണ്ടടാ, വിട്ടേരെ. കണ്ടില്ലേ, അവന് താല്പര്യമില്ല. മിണ്ടായിരേടി. വെറും 50 ലക്ഷം രൂപയെന്നാ നമ്മൾ ഇത്ര എത്തിയത്. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ അതെടുക്ക്. ഞാൻ എടുത്തോണ്ട് വരാം. അമ്മയുടെ മകനെത്തി. ഊണ് കഴിക്കാൻ വരാറില്ലെന്ന് പരാതിയായിരുന്നല്ലോ. നിനക്കിത് ക്ലാസ് അല്ലേ? പോയില്ല, നല്ല സുഖമില്ല. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞോ? ഓരോ കള്ളത്തരം പറഞ്ഞിരുന്നോളും. ഇങ്ങനെ കടിച്ചു കയറാനാണെങ്കിൽ ഉണ്ണാൻ വരണ്ടായിരുന്നു. ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? സാരല്ല, ഒരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. രണ്ടാളും കൂടി വഴക്കുണ്ടാക്കിയത് മതി. ഒന്ന് ഊണ് കഴിക്കേ. അമ്മ, ആ പള്ളിക്കൂടം കളി ആദ്യം കഴിക്കട്ടെ. ഞാനൊന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് വരാം. മണിരത്നം പുതിയ പടം എടുക്കുന്നു. തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കട്ടെ സർ? എടുക്ക്. നല്ല ടേസ്റ്റാ സർ.